കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളിലും SFI വിജയിച്ചു. ചെയർപേഴ്സണായി കെ അശ്വിനിയും ജനറൽ സെക്രട്ടറിയായി ശ്രീഹരിയും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 27ാം വർഷമാണ് SFI യൂണിയൻ നിലനിർത്തുന്നത്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, വലിയ വിജയം നേടിയിരിക്കുന്നു SFI. വിശദാംശങ്ങൾ. ഷമ്മി, തുടർച്ചയായ 27ാം വർഷമാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം SFI നിലനിർത്തുന്നത്. മുഴുവൻ സീറ്റുകളിലും മേജർ സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നേരത്തെ UDSF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കിയുള്ള വോട്ടെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളിലേക്കും ഇപ്പോൾ SFI വിജയിച്ചിരിക്കുകയാണ്. ചെയർപേഴ്സണായി കെ അശ്വിനിയും ജനറൽ സെക്രട്ടറിയായി ശ്രീഹരിയും തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ സർവകലാശാലയിലെ കോളേജുകളിൽ നിന്നുള്ള UUC-മാരാണ് ഈ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂർ സർവകലാശാലയിൽ SFI അതിന്റെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം തുടരുകയാണ്. ഇതുവരെയും യൂണിയൻ ഭരണം SFIക്ക്, കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം SFIക്ക് നഷ്ടമായിട്ടില്ല. ക്യാമ്പസുകളിലെ വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും ഉൾപ്പെടെയുള്ള ശ്രമങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് SFI ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിദ്യാർത്ഥികൾ SFIക്ക് വലിയ വിജയം സമ്മാനിച്ചുകൊണ്ട് വീണ്ടും കണ്ണൂർ സർവകലാശാല ഭരണം SFIയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അശ്വിനി കെ ആണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് ചെയർപേഴ്സണായി ഹൃദ്യ രതീഷും ജോയിന്റ് സെക്രട്ടറിയായി അശ്വന്ത് കെയും എക്സിക്യൂട്ടീവ് അംഗമായി കണ്ണൂരിൽ നിന്നുള്ള ദേവനന്ദും കാസർഗോഡ് എക്സിക്യൂട്ടീവായി പവൻകുമാറും തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറിയായി കാസർഗോഡ് ഉദുമ ഗവൺമെന്റ് കോളേജിലെ ശ്രീഹരിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വലിയ വിജയമാണ് SFIക്ക് ഉണ്ടായിട്ടുള്ളത്. MSFും KSUവും കൂടി ചേർന്നുകൊണ്ട് UDSF സഖ്യമായാണ് SFIയെ തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നാൽ UDF സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് SFI ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് സർവകലാശാല യൂണിയൻ ഭരണം തുടർച്ചയായ 27ാം വർഷവും നിലനിർത്തിയിരിക്കുന്നത്. ഷമി.